സക്സസ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയർ ഷോർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 മെയ്യിൽ ഇന്ത്യൻ സർക്കാരിൻ്റെ പ്രതിനിധികൾ ഏത് അന്താരാഷ്ട്ര സംഘടനയിലെ അംഗങ്ങൾ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്? UNSC. മലേഷ്യയിൽ നടക്കുന്ന 17ാമത് ലങ്കാവി ഇന്റർനാഷണൽ മാരിടൈം ആൻഡ് എയ്റോസ്പേസ് എക്സിബിഷനിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കാൻ നിയമിതനായതാര്? സഞ്ജയ് സേത്ത്. 2025 മെയ്യിൽ PMMSYയുടെ കീഴിൽ ഒരു സംയോജിത അക്വാ പാർക്കിന് തറക്കല്ലിട്ടത് എവിടെ? കൈലാഷഹർ. GST എത്ര വർഷം പൂർത്തിയാക്കിയതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായാണ് 2025 CBIC ഫിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായി ഏകോപിപ്പിച്ച് സൺഡേസ് ഓൺ സൈക്കിൾ എന്ന ദേശീയ സൈക്ലത്തോൺ ആരംഭിച്ചത്? 8 വർഷം. 2022 മെയ് 1 മുതൽ 15 വരെ ഏത് സംഘടനയാണ് സ്വച്ഛതാ പക്വാഡ 2025 ആചരിച്ചത്? CSIR. ഏത് മേഖലയിലെ സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്നതാണ് സാഗർ മേ സമ്മാൻ നയത്തിൻ്റെ പ്രധാന ലക്ഷ്യം? മാരിടൈം. റൊമാനിയയിലെ ബുക്കാറസ്റ്റിൽ നടന്ന സൂപ്പർബെറ്റ് ക്ലാസിക് 2025 തൻ്റെ ആദ്യത്തെ ഗ്രാൻഡ് ചെസ് ടൂർ ടൂർണമെൻറ്റ് നേടിയതാര്? ആർ പ്രജ്ഞാനന്ദ. ചന്ദ്രയാൻ 5 ചാന്ദ്രദൗത്യത്തിൽ ISROയുമായി സഹകരിക്കുന്ന ബഹിരാകാശ ഏജൻസി ജാക്സ. 12 വർഷത്തിനു ശേഷം 2025 നടക്കുന്ന പുഷ്കർ കുംഭമേള എവിടെയാണ് സംഘടിപ്പിക്കുന്നത്? ഉത്തരാഖണ്ഡ്. 2025 മെയ്യിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉദ്ഘാടനം ചെയ്ത മൾട്ടി ഏജൻസി സെൻറ്റർ ഏത് ഇന്ത്യൻ ഏജൻസിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ഇൻ്റലിജൻസ് ബ്യൂറോ.